ഹലോ ഗൈസ്, ഞാൻ എന്നും വരുന്ന വൈക്കൊക്കെ ഒരാളില്ല നോക്കി അങ്ങനെ നിൽക്കുക കേട്ടോ. വണ്ടി ഇല്ലല്ലോ എൻ്റെ അടുത്ത്. നേരം വൈകി നടന്ന് പോന്നിട്ട് നോക്കട്ടെ അതെ. അപ്പം ഗൈസ്, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇക്കവിടെ നല്ല പണിയില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ നിജി ബേബിനെ കൊണ്ടുപോയിച്ചില്ലേനി കേട്ടോ. അവൻ അംഗൻവാടിക്ക് പറഞ്ഞയച്ച് പോയതേനി. ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വരികയാണ് കേട്ടോ. ആ കുട്ടാപ്പി വാ, വായോ. ആ എവിടെ? അസ്സലാമു അസ്സലാമു സലാം പറയാതെ പോകാൻ പാടില്ല. പറ ശരിക്കും പറ ശരിക്കും. ഉമ്മണ്ട അവിടെ മിഠായി വാങ്ങൂലട്ടാ. അങ്ങോട്ട് കേറൂല. ഞാൻ വാട്ടി എടുത്ത് അങ്ങോട്ട് കിട്ടുന്ന അടുത്തല്ലേ. ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഇവിടെ ഫുള്ള് മണ്ണേനി. അപ്പം ഇക്കത് ഫുള്ള് ഇവിടെ നിരത്തിക്കണം കേട്ടോ. നിങ്ങളെപ്പം വന്നതാ? ചായ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളേ. ഇനി അവിടെ ഉണ്ട് കുറച്ച് വെറുംചോറുണ്ടായി. അപ്പം ഗൈസ്, ഇവിടെ കൊത്തി മാന്തി നിരത്തണത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എന്നിങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു സുഖം, വീട്ടിലെത്തുമ്പോൾ ഒരു ടെൻഷനും. ഇത് കഴിഞ്ഞ് വീടായി കിട്ടണ്ടേ. അപ്പോൾ ഈ ഒരു ലെവലല്ലേ ആയിട്ടുള്ളൂ. ഹാ ഇൻഷാ അല്ലാ അല്ലേ? എൻ്റെ കൃഷിയിടാണ് കേട്ടോ അത്. എൻ്റെ കൃഷിയിടം ഇക്ക റെഡിയാക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ട് സൂപ്പറാക്കി നിരത്തി തരികയാണ്. ഇത് നിരത്തി നമുക്ക് ഇവിടെ എന്തേ കുഴിച്ചിട്ടൂടെ? എൻ്റെ തുറയെ വിത്തുണ്ട് കുഴിച്ചിടാൻ. വിളവെടുക്കാതെ നിൽക്കുന്ന റംബൂട്ടാനുണ്ട്. അതിമൊക്കെ മുളകെല്ലാം ഉണ്ടാവുന്നുണ്ടല്ലേ. ഇതിവിടെ നികത്തിയിട്ട് വേണം എനിക്ക് കുറച്ച് പയറും ഇതൊക്കെ കുഴിച്ചിടാൻ. എനിക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ ആക്കിയത്.